ഓം നമോ നാരായണായ. ശ്രീമന്നാരായണീയം ദശകം 7 ശ്ലോകം 10. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിൻ്റെ ഗുരുവായൂരമ്പലത്തിലെ ഭജനം 7ാമത്തെ ദിവസം ഇതാ 10ാമത്തെ ശ്ലോകമാണ് കഴിയായി. അപ്പോൾ അതിൽ അല്ലെങ്കിൽ 7ാമത്തെ ദശകത്തിൽ പറയണത് എന്താ? ഭഗവാനെ വേണ്ട വിധത്തിൽ നമ്മളുടെ മനസ്സിൽ നമ്മൾ സ്ഥാപിക്കണം, ഉറച്ച് വിശ്വസിക്കണം, സമർപ്പിക്കണം. നമ്മൾക്ക് എന്താണോ വേണ്ടതെങ്കിൽ അത് പറയാം. അപ്പോൾ നമ്മൾ ചോദിച്ചതിനേക്കാളും കൂടുതൽ തന്ന് നമ്മളെ അനുഗ്രഹിക്കും ഭഗവാൻ. നമുക്ക് ആ ഉറപ്പുണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ അവസാനം പറഞ്ഞു, മഹാവിഷ്ണുവിൻ്റെ പാദത്തിൽ ബ്രഹ്മാവ് ദണ്ഡ നമസ്കാരം ചെയ്തു എന്ന്. എന്നിട്ട് തനിക്ക് ദ്വൈതജ്ഞാനവും അദ്വൈതജ്ഞാനവും തരണേ എന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഈ ശ്ലോകത്തിൽ അങ്ങനെ നമസ്കരിച്ച് കിടക്കുന്ന ബ്രഹ്മാവിൻ്റെ കൈകളിൽ സ്വന്തം കൈകൊണ്ട് പിടിച്ച് ഭഗവാൻ എഴുന്നേൽപ്പിക്കുന്നു. അങ്ങ് ചോദിച്ചതെല്ലാം തരും എന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ബ്രഹ്മാവ് സൃഷ്ടിക്ക് തയ്യാറെടുക്കുന്നു. ഭട്ടതിരിപ്പാട് എനിക്കും തരണേ അതുപോലുള്ള അനുഗ്രഹം എന്ന് പറഞ്ഞാണ് ഈ ശ്ലോകം കഴിയുന്നത്. നമുക്ക് ശ്ലോകം നോക്കാം. ആതാമ്രേ ചരണേ വിനമ്രമധതം ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധസ്തേ ഭവിത ന സർഗവിധിഭിർബന്ധോപി സഞ്ജായതേ. ഇത്യാഭാഷ്യഗിരം പ്രതോഷ്യ നിതരാം തച്ചിത്തഗൂഢസ്വയം സൃഷ്ടൗ തം സമുദൈരയ സ ഭഗവൻ ഉല്ലാസയോല്ലാഖതാം. ഓരോ വാക്കിൻ്റെ ആയിട്ട് അർത്ഥം നോക്കാം. ആ താമ്രേ ചരണേ, താമ്രം എന്ന് പറഞ്ഞാൽ ചുവന്ന തുടുത്ത എന്നാണ്. ആ ചുവന്ന തുടുത്ത നിറമുള്ള ഭഗവാന്റെ ചരണേ കാലുകളിൽ പാദങ്ങളിൽ വിനമ്രമധ നമസ്കരിച്ചു കിടക്കുന്ന തം ആ ബ്രഹ്മാവിനെ ഹസ്തേന ഹസ്തേ സ്പൃശൻ ഭഗവാൻ തൻ്റെ തൃക്കൈകൾ കൊണ്ട് ബ്രഹ്മാവിൻ്റെ കൈകൾ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ബോധസ്തേ ഭവിത എന്താ പറയണത്? ബ്രഹ്മാവ് ചോദിച്ചില്ലേ എനിക്ക് അറിവുണ്ടാകണം. ആ അറിവ്, ആ ബോധം, ദ്വൈത അദ്വൈത ബോധം അങ്ങേക്ക് ഉണ്ടാകും. ബോധം തേ ഭവിത, എന്നോട് എന്താണോ ചോദിച്ചത് അത് നൽകി ഞാൻ അനുഗ്രഹിക്കുകയാണ് എന്ന് പറഞ്ഞു. കൂടാതെ ന സർഗവിധിബിർ ബന്ധോപി സഞ്ജായതേ, സർഗവിധിബിർ അങ്ങയുടെ സൃഷ്ടികളോട് ബന്ധോ ന സഞ്ജായതേ, ഒരു ബന്ധനം കർമ്മബന്ധം ഉണ്ടാവുകയില്ല, ഒരു ബന്ധം ന സഞ്ജായതേ ജനിക്കുകയില്ല എന്ന ഉറപ്പും കൊടുത്തു. ന സർഗവിധിബിർ ബന്ധോ അപി ന സഞ്ജായതേ, സഞ്ജായതേ എന്ന് പറഞ്ഞാൽ ജനിക്കുക, ന അങ്ങനെ ബന്ധമുണ്ടാവുകയില്ല. ഇതി ആഭാഷ്യഗിരം ഭഗവാൻ വാക്കുകളെ ഇപ്രകാരം പറഞ്ഞിട്ട് പ്രതോഷ്യനിതരാം ബ്രഹ്മാവിനെ തൻ്റെ ഭക്തനെ ഏറ്റവും പ്രതോഷ്യ സന്തോഷിപ്പിച്ചു. എന്നിട്ടോ തത് ചിത്തഗൂഢസ്വയം, തത് എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മാവിൻ്റെ ചിത്തത്തിൽ അന്ധക്കരണത്തിൽ ഗൂഢമായിട്ട് സ്വയം ഇരുന്നു. ഭഗവാൻ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ ഗൂഢമായി ഇരുന്നു. അല്ലെങ്കിൽ എല്ലാവരുടെയും ഹൃദയത്തിലും ഭഗവാൻ ഇരിക്കുന്നുണ്ടല്ലോ. ആ അറിവ്, എൻ്റെ ഹൃദയത്തിൽ ഭഗവാനുണ്ട് എൻ്റെ രക്ഷിതാവായി എന്ന അറിവ് ബ്രഹ്മാവിന് തെളിയിച്ചു കൊടുത്തു. തം സൃഷ്ടൗ സമുദൈരയ അങ്ങനെ ആ ബ്രഹ്മാവിനെ സൃഷ്ടിക്കായിട്ട് നന്നായിട്ട് പ്രേരിപ്പിച്ചു. സ ഭഗവാൻ അങ്ങനെ ഭക്തവത്സലനായിട്ടുള്ള അഭീഷ്ടവരദനായിട്ടുള്ള ആ ഭഗവാനെ ഉല്ലാഖതാം എൻ്റെ ആരോഗ്യത്തെ അവിടുന്ന് വർദ്ധിപ്പിച്ചു തരണേ, ഉല്ലാസതാം വർദ്ധിപ്പിച്ചു തരൂ എന്നാണ്. ബ്രഹ്മാവിനെ അനുഗ്രഹിച്ച ഭഗവാനെ എന്നെയും അനുഗ്രഹിക്കണേ ഒട്ടും വൈകാതെ എന്നാണ് ഈ ശ്ലോകം. നമ്മളും ഇതുപോലെ ഭഗവാനെ ആശ്രയിക്കണം. ഭഗവാന് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ട്. സർവവ്യാപിയായിട്ടുള്ള ഭഗവാൻ നമ്മൾ ചെയ്യുന്നതും ചിന്തിക്കുന്നതും പറയുന്നതും
എല്ലാം അറിയുന്നുണ്ട്, ഉള്ളിൽ സാക്ഷിയായിട്ട് സൂക്ഷ്മ രൂപത്തിലിരിക്കുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള ഭഗവാൻ എല്ലാം അറിയാം. നമുക്ക് എന്തൊക്കെയാണ് ആഗ്രഹങ്ങളുള്ളതെന്നും അറിയാം. അതൊക്കെ നമ്മുടെ നന്മയ്ക്കാണെങ്കിൽ താനേ ഭഗവാൻ തന്നെ വന്ന് സാധിപ്പിച്ചു തരും. അങ്ങനെയല്ല, നടക്കണില്ല എന്ന് കണ്ടാൽ അത് നമുക്ക് നല്ലതിനാവില്ല എന്ന് വിചാരിക്കാം. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി എന്നാണ്. അർജുനന് ഉറപ്പ് കൊടുത്തിട്ടുള്ളതാണ്. സർവചരാചരങ്ങളുടെയും ഹൃദയത്തിൽ ഈശ്വരൻ സൂക്ഷ്മരൂപത്തിൽ വസിക്കുന്നുണ്ട്. വേറെ എവിടെയും പോയി കാണാൻ നിൽക്കണമെന്നില്ല. നമ്മളുടെ തന്നെ ഉള്ളിലേക്ക് ഏകാഗ്രതയോടെ നോക്കിയാൽ അത് അനുഭവപ്പെടും. അങ്ങനെ നമ്മൾക്കത് ഉറയ്ക്കുമ്പോൾ നമ്മളുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുകയും ചെയ്യും. ഇവിടെ അങ്ങനെ ബ്രഹ്മാവിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ നൽകിയതിന് ശേഷം, ബ്രഹ്മാവിന് ചോദിച്ച സാധനങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം മേൽപ്പത്തൂര് പറയാണ്, അങ്ങനെയുള്ള ആൾ എന്നെയും അനുഗ്രഹിക്കണേ. ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്ത ദിവ്യമായ വൈകുണ്ഠലോകം വിജയിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് 2-3-4 പ്രാർത്ഥനകൾ ഈ ദശകത്തിൽ തന്നെ പറയുന്നുണ്ട്. വിസ്മയനീയമായിട്ടുള്ള ആ ലോകം എനിക്കും ലഭിക്കണം, അതിന് എന്നെ യോഗ്യനാക്കി തീർക്കണം. അത്രയും ഒരു അടുപ്പമുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. പിന്നെ അവിടുത്തെ രൂപം സർവകാരണകാരനാണ്, വിസ്മയകാരനാണ്. അങ്ങനെയുള്ള ആ അത്ഭുത രൂപം ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തില്ലേ, എനിക്കും കാണിച്ചു തരണം. പിന്നെ എൻ്റെ രോഗങ്ങളെ മാറ്റിത്തരണം. കാളാംബോധകളായ കോമളരുചി എന്നുള്ള ആ പ്രധാനപ്പെട്ട ശ്ലോകം നമ്മൾ പറഞ്ഞു, 8ാമത്തെ ശ്ലോകം. അതിൻ്റെ അവസാനം മദ് രോഗം ഉദ്വാസയേത് എന്നാണല്ലോ. എൻ്റെ രോഗത്തിനെ ദൂരീകരിച്ച് തരണേ ഭഗവാനെ. പിന്നെ ഈ ശ്ലോകത്തിലും ഇപ്പോൾ പറഞ്ഞു, എൻ്റെ ആരോഗ്യം വർദ്ധിപ്പിച്ച് തരണേ. അങ്ങനെ ഇത് മുഴുവനും മേൽപ്പത്തൂരിൻ്റെ പ്രാർത്ഥന കൂടിയാണ് ഈ ദശകം. ശ്രീമദ് ഭാഗവതത്തിലെ 2ാം സ്കന്ധത്തിൽ ചതുശ്ലോകി ഭാഗവതമുണ്ട്. ബ്രഹ്മാവ് ഇതുപോലെ തന്നെ തൻ്റെ ആഗ്രഹങ്ങൾ ഭഗവാനോട് പറഞ്ഞപ്പോൾ ഭഗവാൻ ബ്രഹ്മാവിന് ജ്ഞാനം ഉപദേശിക്കുന്ന ആ 4 ശ്ലോകങ്ങളിലായിട്ടുള്ള ഭാഗവതം ചുരുക്കിയതുണ്ട്. അതിനെ ഇവിടെ ഭട്ടതിരിപ്പാട് ഒന്നും കൂടി സംഗ്രഹിച്ചിട്ടുള്ളതാണ് ഈ ഭാഗം. വാസ്തവത്തിൽ ഭഗവാൻ അങ്ങനെ അന്ന് ബ്രഹ്മാവിന് തത്വം എന്താണ് എന്നുള്ളത് ഉപദേശിച്ചു കൊടുത്തു. ബ്രഹ്മാവ് നാരദന് ഉപദേശിച്ചു, നാരദർ വ്യാസന്, വ്യാസൻ ശ്രീശുഖദേവന്, ശ്രീശുഖദേവൻ പരീക്ഷിത്തിന്. അങ്ങനെയാണ് ആ ചങ്ങല നീളണത്. ആ ചതുശ്ലോകിയെ ഭട്ടതിരിപ്പാട് വീണ്ടും സംഗ്രഹിച്ചതാണ്. ബ്രഹ്മാവിൻ്റെ ചോദ്യമായിട്ടും ഭഗവാന്റെ അനുഗ്രഹമായിട്ടും ഒക്കെ വന്നിട്ടുള്ളത്. അതാണ് നമ്മൾ കേൾക്കണേ. അപ്പോൾ നമുക്കും ഭട്ടതിരിപ്പാടിലൂടെ ആ കാര്യങ്ങളൊക്കെ, ആ അറിവൊക്കെ തെളിയണം. ഭഗവാന്റെ അനുഗ്രഹവും അതോടൊപ്പം നമുക്കുണ്ടാവുന്നതാണ്. ആ താമ്രേ ചരണേ വിനമ്രമഥത്തം, ആ ചുവന്ന് തുടുത്ത തൃപ്പാദങ്ങളിൽ വിനമ്രം നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന തം, ആ ബ്രഹ്മാവിനെ ഹസ്തേ സ്പൃശൻ, കൈകൾ കൊണ്ട് ബ്രഹ്മാവിൻ്റെ കൈകളിൽ സ്പർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ബോധസ്തേ ഭവിത, അങ്ങേക്ക് അങ്ങ് ആഗ്രഹിച്ചതുപോലെ തന്നെ ദ്വൈതം അദ്വൈതം എന്നുള്ള ആ ബോധം ഞാൻ തെളിയിച്ചു തരുന്നതാണ്. ന സർഗവിധിബിർബന്ധോബി സഞ്ജായതേ, 2ാമത്തെ ആഗ്രഹമായിട്ടുള്ള അങ്ങയുടെ സൃഷ്ടികളോട് അങ്ങേക്ക് ബന്ധം, മമത, ബന്ധനം തോന്നരുത് എന്നുള്ള കാര്യവും ഞാൻ സമ്മതിക്കുന്നു. അങ്ങനെ ഉണ്ടാവില്ല. അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവില്ലേ? നല്ല മനോഹരമായിട്ടുള്ള സൃഷ്ടികളൊക്കെ ചെയ്തു കഴിയുമ്പോൾ അതിനോടൊരു പ്രത്യേക അടുപ്പം തോന്നുക, അങ്ങനെയൊക്കെ ആയാൽ വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അങ്ങേക്ക് ബന്ധനം വരാതിരിക്കാൻ എൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ്. ഇതി ആഭാഷ്യഗിരം, ഇപ്രകാരം ഭഗവാൻ തൻ്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് പ്രതോഷ്യനിതരാം, അദ്ദേഹത്തിനെ ബ്രഹ്മാവിനെ വളരെയധികം സന്തോഷിപ്പിച്ചു. മാത്രമല്ല സ്വയം അദ്ദേഹത്തിൻ്റെ ചിത്തത്തിൽ ഇരിക്കുന്നതായിട്ട് ബ്രഹ്മാവിന് ആ ബോധം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. നമ്മളുടെയൊക്കെ ഹൃദയത്തിലുണ്ടെങ്കിലും നമുക്ക് ആ ബോധമില്ലാത്തതാണ് നമ്മളുടെ സകല ദുഃഖത്തിനും കാരണം. അതാണ് രമണ മഹർഷിയൊക്കെ എപ്പോഴും പറയണത്, ഉള്ളിലേക്ക് നോക്കൂ, ഞാനാരേ എന്ന് ചിന്തിക്കൂ, അപ്പോൾ മനസ്സിലാവും ഞാനൊന്നുമല്ല,
ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ശ്വാസം പോലും എടുക്കുന്നത് എന്നുള്ള സത്യം അപ്പം തെളിയും. അതാണ് തത് ചിത്ത ഗൂഢസ്വയം. ഭഗവാൻ ഉള്ളിൽ ഗൂഢരൂപനായിട്ടായിരിക്കണേ. അങ്ങനെ പുറത്തേക്കൊന്നും പെട്ടെന്നൊന്നും അറിയില്ല, അതിനെ അന്വേഷിച്ച് ചെന്നാൽ തന്നെ അറിയുള്ളൂ. സൃഷ്ടൗ തം സമുദൈരയ. അങ്ങനെ ആ സൃഷ്ടിക്കായിട്ട് ബ്രഹ്മാവിനെ നന്നായിട്ട് പ്രേരിപ്പിച്ചു ഭഗവാൻ. ഭഗവാൻ അങ്ങനെയുള്ള സർവവ്യാപിയായിട്ടുള്ള സർവശക്തനായിട്ടുള്ള എൻ്റെയും ഹൃദയത്തിനുള്ളിലിരിക്കുന്നതായിട്ടുള്ള ആ ഭഗവാൻ ഉല്ലാസയ ഉല്ലാഖതാം, എൻ്റെ ആരോഗ്യത്തെ നന്നായി വർദ്ധിപ്പിച്ചു തരണേ ഭഗവാനെ എന്ന് പറഞ്ഞാണ് നിർത്തണത്. ശ്ലോകം ഒന്നും കൂടി വായിക്കാം. ആതാമ്രേ ചരണേ വിനമ്രമധതം ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധസ്തേ ഭവിതാ ന സർഗവിധിഭിർബന്ധോऽപി സഞ്ജായതേ ഇത്യാഭാഷ്യഗിരം പ്രതോഷ്യ നിതരാം തത് ചിത്തഗൂഢസ്വയം സൃഷ്ടൗ തം സമുദൈരയ സ ഭഗവൻ ഉല്ലാസയോല്ലാഖദാം. ഈ ശ്ലോകത്തോടു കൂടി 7ാമത്തെ ദശകം കഴിഞ്ഞു. നാളെ നമുക്ക് 8ാമത്തെ ദശകം തുടങ്ങാം. ഓം തത്സത്. സർവം കൃഷ്ണാർപ്പണമസ്തു.